ഹലോ എവരിവൺ, ഡബ്ലിൻ മല്ലു വേൾഡിൻ്റെ പുതിയൊരു ന്യൂ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ അറിയിക്കണം കേട്ടോ. സോ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ നോക്കാൻ പോകുന്ന നമുക്ക് കൃപാസനത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡൗട്ട് ചോദിച്ചതിനെ കുറിച്ച് ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ ചോദിച്ച ഒരു ഡൗട്ട് ഇതായിരുന്നു: ഇങ്ങനെയാണ് നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ ദശാംശം കൊടുക്കുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചത്. അപ്പം നമുക്കറിയാം, നമുക്ക് കൃപാസന ഉടമ്പടി എടുക്കുന്ന സമയത്ത് നമുക്കൊരു നിബന്ധന പോലെ ഉണ്ടല്ലോ. കാരണം നമുക്ക് മറ്റുള്ളവരെ സഹായിക്കുക, നമ്മുടെ കഴിയുന്ന രീതിയിൽ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക എന്നല്ലേ. അപ്പോൾ ദശാംശമൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ വരും നമുക്ക് പറയാം. നമ്മുടെ ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ സാധാരണയായിട്ട് നമ്മൾ ദശാംശം കൊടുക്കുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കുണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഏണിങ്സ് ആയിട്ടുണ്ടാക്കുന്ന ആ ഒരു തുകയുടെ അല്ലെങ്കിൽ എത്ര നമ്മുടെ ഏണിങ്സ് അതിൻ്റെ ഒരു ചെറിയ ഭാഗം നമ്മൾ ദശാംശമായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. മോസ്റ്റ്ലി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞായറാഴ്ചകളിലാണ് നമ്മുടെ പള്ളിയിൽ കുർബാനയും കാര്യങ്ങളും ഉള്ളത്. അപ്പം കുർബാനയുടെ സമയത്ത് നമ്മൾക്ക് നമ്മുടെ ഒരു ചെറിയ ഒരു പിരിവ് എടുക്കുന്ന ഒരു പതിവുണ്ട്. നമ്മൾ ദശാംശം എടുക്കുന്ന ഒരു പതിവുണ്ട്. ആ സമയത്താണ് നമ്മൾ നമ്മുടെ ആ ഓരോ ആഴ്ച നമുക്ക് കിട്ടിയ ആ ഒരു ആഴ്ചയുടെയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിൻ്റെയൊക്കെ നമ്മൾ ദശാംശമായിട്ട് കൊടുക്കുന്നത്. അതിപ്പോൾ എത്ര രൂപയാവാം, അല്ലെന്നുണ്ടെങ്കിൽ എത്ര എമൗണ്ടൊക്കെ ആവാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീതം നമ്മൾ പല പർപ്പസസിനായിട്ട് നമ്മൾ നമ്മുടെ പള്ളിയിൽ സമർപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയിലാണ് നമ്മൾ ദശാംശം കൊടുത്തു വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾക്ക് വേറെ രീതിയിലും ദശാംശം നമുക്ക് കൊടുക്കാം. നമുക്ക് പൈസ ഇല്ലാത്തവരെ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ പൈസ കൊടുത്ത് സഹായിക്കാം. അവരുടെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ആവശ്യമായിക്കോട്ടെ. ഒരുപക്ഷെ ഭക്ഷണത്തിനാവാം, വസ്ത്രത്തിനാവാം, പാർപ്പിടം ഉണ്ടാകുന്നതിനായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ നിത്യ ചിലവുകൾക്ക് വേണ്ടിയിട്ടുള്ള പൈസയാവാം. അങ്ങനെ എന്തുമാകട്ടെ, മറ്റുള്ളവർ നമ്മൾ സഹായിക്കുക എന്നാണ് ദശാംശം കൊടുക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് സഭയുടെ പരമായിട്ടുള്ള കാര്യങ്ങൾക്കുമാവാം, അതുപോലെ തന്നെ നമ്മളറിയുന്ന ആളുകളുടെ അല്ലെങ്കിൽ അറിയില്ലാത്ത ആളുകളുടെ ഒരു സഹായത്തിന് വേണ്ടിയിട്ടോ ആയിരിക്കാം. മോസ്റ്റ്ലി നമ്മൾ കൃപാസനത്തിൽ ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കുണ്ടാകുന്ന കുറച്ച് പൈസയൊക്കെ ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയിട്ട് ലോക്കൽ വിസിറ്റ് ചെയ്യാറുണ്ട്. സമയത്തൊക്കെ നമ്മുടെ കയ്യിലുള്ള കൂട്ട് ഒരു 100 രൂപ വെച്ചാണെങ്കിലും ഒരു 5 പേർക്ക് കൊടുക്കുക അല്ലെങ്കിൽ 10 പേർക്ക് കൊടുക്കുക, അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതുപോലെ നമ്മൾക്ക് ഉണ്ടാകുന്ന സമ്പത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ ദശാംശമായിട്ട് കൊടുക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് എത്ര രൂപയെങ്കിലും ആവട്ടെ, അത് പണമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തിനുമായിട്ട്, മോസ്റ്റ്ലി പണമായിട്ടാണ് എല്ലാവരും കൊടുക്കാറ്. പിന്നെ അതല്ലാതെ നമുക്ക് എന്തെങ്കിലും രീതിയിൽ സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ സമ്പത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. ദാനമായിട്ടോ അല്ലെങ്കിൽ അവരെ സഹായിക്കുക എന്നുള്ള ഒരു വലിയ മനസ്സോടു കൂടിയാണ് നമ്മൾ മോസ്റ്റ്ലി അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ദശാംശം കൊടുക്കുന്നത്. അത് ഒരു ഫിക്സഡ് എമൗണ്ട് ഒന്നും നിശ്ചയിച്ചിട്ടില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെയാണ് അത് ചെയ്യേണ്ടത്. മോസ്റ്റ്ലി ഞായറാഴ്ചകളിലാണ് ക്രിസ്ത്യൻസിനിടയിൽ അത് ചെയ്യുന്നത്. കാരണം ഞായറാഴ്ച രാവിലത്തെ കുർബാനയിലും അല്ല ഉച്ചത്തെ കുർബാനയിലൊക്കെ ദശാംശം എടുക്കുന്ന ഒരു രീതിയുണ്ട്.